Okay, now you can mark your attendance. Now mark your attendance. Who is that? Okay, are you ready? എന്താ അവന് സന്തോഷം, ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടല്ലോ. ലാസ്റ്റ് ക്ലാസ് ആണ്, അതുകൊണ്ട് അടിച്ചു പൊളിച്ചേക്കാന്ന് വിചാരിച്ചോ? സന, ജോസി ഉണ്ട്, റെഡി, ഗുഡ്. ജോസിക്ക് ചിരി വന്നിട്ടാണ് യാതൊരു രക്ഷയില്ല. എന്താ ജോസി? ഒന്നുമില്ല അല്ലേ? ഓക്കെ ഓക്കെ, ദെൻ വി ക്യാൻ ഗോ ടു ദ ലാസ്റ്റ് പാർട്ട് ഓഫ് വിച്ച് ചാപ്റ്റർ? 11th chapter. Okay, 1 second. Okay, algebra. Last part of 11th chapter, algebra. Okay, then last portion we have to do the last 5th one, isn't it? അല്ലേ? 5th one അല്ലേ ചെയ്യാനുള്ളത്? ആണോ മക്കളെ? യെസ് ഓർ നോ? ഹനക്കുട്ടിയെ എന്തേ ഹന്ന പറഞ്ഞാലേ ശരിയാവുള്ളൂ. ഹന്ന എവിടെ വരെ എത്തി? അൺമ്യൂട്ട് ചെയ്തേ. പോയാ? മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, വെയിറ്റ് 1 minute. ഓക്കെ, എവിടെ വരെ എത്തി? സിമട്രിന്റെ പാടല്ലേ ലാസ്റ്റ് എടുത്തേ? അതല്ല, സിമെട്രിയുടെ പാടില്ല. അതിന് മുമ്പ് നമ്മൾ 11th ചാപ്റ്റർ കുറച്ചൊന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയുണ്ടോ? ഇല്ലേ? ആ ലാസ്റ്റ് എക്സസൈസ് 11.5 ലാസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. 5th one ആണോ അതോ 4th one ആണോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. തപ്പ് മുഹമ്മദ് കെ, ബുക്ക് എടുക്ക്. മുഹമ്മദ് കെ, ടേൺ ഓൺ യുവർ വീഡിയോ. ഗുഡ്. ഇല്ലേ മക്കളെ? കംപ്ലീറ്റ് ദ ടേബിൾ. എക്സസൈസ് പറഞ്ഞു തന്നിട്ടില്ല, ഞങ്ങളോട് ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് ആൻസർ കിട്ടിയോ? ഒരു പോയം അതാ എനിക്ക് കിട്ടാൻ. വിച്ച് വൺ? 5th question റെഡില്. 5th question. ഓക്കെ, ദെൻ ഹൂ ആം ഐ അല്ലേ? ഇസ്ന്റ് ഇറ്റ്? ഹൂ ആം ഐ എന്താണ്? ഗോ റൗണ്ട് എ സ്ക്വയർ കൗണ്ടിങ് എവരി കോർണർ ത്രൈസ് ആൻഡ് നോ മോർ. ആഡ് ദ എന്താണ്? ആഡ് ദ കൗണ്ട് ടു മീ ടു ഗെറ്റ് എക്സാക്ട്ലി 34. ഓക്കെ, നോക്കാം. ഗോ റൗണ്ട് എ സ്ക്വയർ, മനസ്സും കൊണ്ട് പോക്കേ. ഒരു സ്ക്വയറിൻ്റെ ചുറ്റും പോക്കേ. ഹൗ മെനി കോർണേഴ്സ് ഹാവ് എ സ്ക്വയർ? ഏഞ്ചലേ പാറ്റേൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ? ഏഞ്ചലുണ്ട് പാറ്റേൺ എടുത്ത് കാണിക്കാവുള്ളൂ. നമുക്കതിലേക്ക് വരാം കേട്ടോ, പാറ്റേണിലേക്ക് വരാം. സോ ഹൗ മെനി കോർണേഴ്സ് എന്താണ്? 4. ഓക്കെ, 4. ദെൻ ഹൗ മെനി ടൈംസ് വി വാണ്ട് ടു ഡു ഇറ്റ്? ത്രൈസ്. ത്രൈസ് മീൻസ് 3. Thrice means 3. That is 4 into 3. 4 into 3 is equal to, okay, you can write at your textbook using pencil. Okay, 3 into 4. Okay, 3 into 4. That is 12. അല്ലേ? 3 into 4 is equal to, they are saying go around a circle. Circle has 4 corners. Okay, sorry, circle alla, square. Go round a square
counting every corner. That means a square have 4 corners. Thrice and no more. Only 3 times you can go. That means 3 times. That means 3 into 4 is equal to 12. So write in your textbook 3 into 4 is equal to 12. Using pencil you can write 3 into 4 is equal to 12. Then add the count to me to get exact 34. എന്നോട് കൂട്ടിയാൽ നിങ്ങൾക്ക് 34 കിട്ടും. നമ്മൾ 3 into 4 is equal to 12 എന്ന് എഴുതിയല്ലോ. ആ 12 ആരോട് കൂട്ടണം? എന്നോട് കൂട്ടണം. ആ എന്നോടെന്നുള്ളതിനെ നമുക്ക് എക്സ് ആക്കി എടുക്കാം. ഓക്കെ, എന്നോട് എന്നുള്ളതിനെ നമുക്ക് എക്സ് ആക്കി എടുക്കാം. സോ 12 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 34. മുഹമ്മദ് കെ കിട്ടിയോ? റൈഹാൻ, turn on your video. Okay, 12 plus y is equal to 34. 12 plus y is equal to 34. Okay, then y is equal to 34 minus 12. That is 22. Got the answer? റൈഹാൻ ഇപ്പം വന്ന് കയറിയതേ ഉള്ളൂ. ഓക്കെ, ഒരു സ്ക്വയറിൻ്റെ കോർണേഴ്സിലൂടെ ട്രാവൽ ചെയ്യുക. സോ എ സ്ക്വയർ ഹാവ് 4 corners. Only thrice. That means 3 പ്രാവശ്യം പോകണം. That means 3 into 4 is equal to 12. Then add this 12 to me. എന്നോട് കൂട്ടുക. ആ ഞാനെന്ന് പറഞ്ഞാൽ അത് നമ്മൾ എക്സോ വൈയോ എന്തെങ്കിലും കൊടുക്കാം. എക്സ് എന്നെടുത്തു. ദാറ്റ് മീൻസ് യു വിൽ ഗെറ്റ് 34. അതായത് 12നെ എന്നോട് ചേർത്താൽ 34 കിട്ടും. ഓക്കെ, ഞാൻ ഇതെടുക്കാം, സ്ക്രീൻ എടുക്കാം, സ്ക്രീൻ ഷെയർ എടുക്കാം. ഓക്കെ, അത് ഓൾറെഡി ഓണ്. ഓക്കെ ഓക്കെ, എന്താണ് അല്ലേ? ഓക്കെ, എ സ്ക്വയർ ഹാസ് ഹൗ മെനി കോർണേഴ്സ്? 4 അല്ലേ? ദെൻ വി ക്യാൻ ഗോ 3 times. We can go 3 times into multiplication. That means multiplication into 3 times. 4 into 3 is equal to 12. Clear? Then add to me this number. Okay, then add to me. Me is here x or y, whatever it may be. What you want? J. Okay, J plus add to me. Okay, then you will get 34. Then J is equal to ഇവിടെ പ്ലസ് ആയതുകൊണ്ട് അവിടെ വരുമ്പം മൈനസ് ആകും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അപ്പുറം പോകുമ്പം ഡിവിഷൻ വരും. ഓക്കെ, സോ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് 34 മൈനസ് എത്രയാണ്? 12 ഈസ് ഈക്വൽ ടു 24 minus 12 is equal to 22. Clear? Adul? Clear? What clear? എന്താ മനസ്സിലായെന്ന് മിസ്സിനോട് പറഞ്ഞു തന്നേ. അതുൽ അൺമ്യൂട്ട് ചെയ്തിട്ട് മിസ്സിനോടൊന്ന് പറഞ്ഞു തന്നേ. അൺമ്യൂട്ട് ചെയ്തിട്ട് മിസ്സിനോടൊന്ന് പറഞ്ഞു തന്നേ. ഓക്കെ, അതിൽ എന്താ മനസ്സിലായെന്നൊന്ന് പറഞ്ഞു തന്നേ. ഹൗ വി ഗോട്ട് ദ ആൻസർ 22? പറഞ്ഞോ, തെറ്റാ കുഴപ്പമില്ല, മിസ് ശരിയാക്കി തരാം, ഹെൽപ്പ് ചെയ്യാം. പറഞ്ഞോ. വാട്ട് ഈസ് ദിസ് മീൻ ബൈ മ്യൂട്ടല്ലേ? മ്യൂട്ടാണോ? അല്ലല്ലോ, എപ്പോഴും മ്യൂട്ട് തന്നെയാണ്.
അൺമ്യൂട്ട് ചെയ്തേ. അവിടെ പോകുന്നില്ല. ഓപ്ഷൻ വരുന്നില്ല മോനെ അങ്ങോട്ട്. അതിൽ രക്ഷപ്പെട്ടല്ലേ? അതിൽ രക്ഷപ്പെട്ടു. അങ്ങോട്ട് അൺമ്യൂട്ടിൻ്റെ ഓപ്ഷൻ പോകുന്നില്ല. പോകുന്നില്ല. then what we can do? Okay, then 14 സൗണ്ട് വന്നായിരുന്നോ? യെസ് യു ക്യാൻ സേ നൗ. അപ്പം നീ മ്യൂട്ട് ഇതായിട്ടുണ്ട്. അതുൽ അതെങ്ങനെ മോനെ ഈ നമുക്ക് 12 എങ്ങനെ? ഈ 4 എന്താണ്? ഈ 4 എന്താണ്? 4 എന്താണ്? മിസ് എന്താ പറഞ്ഞു തന്നേ? 4 എന്താന്നാ മിസ് പറഞ്ഞു തന്നേ? 4 എന്താണെന്നാണ് പറഞ്ഞു തന്നത്? 4 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോണേഴ്സ് ഓഫ് എ സ്ക്വയർ. ഒരു സ്ക്വയറിൻ്റെ കോണേഴ്സ്, അതായത് മൂലകളുടെ എണ്ണമാണ് 4. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു സ്ക്വയറിലൂടെ 3 പ്രാവശ്യം നടക്കാൻ പറഞ്ഞു. അപ്പോൾ എത്ര സ്ക്വയറിൽ നമ്മൾ പോയിട്ടുണ്ടാവും? 4 3 തവണ എണ്ണണം അല്ലേ? 4 + 4 + 4. അതിന് പകരമാണ് നമ്മൾ 4 × 3 എന്ന് എഴുതിയത്. അപ്പം 4 × 3 = 12. ക്ലിയർ ആയോ? ഒരു സ്ക്വയറിന് 4 മൂലകളുണ്ട്. അങ്ങനെ 4 മൂലകളുള്ള ആ സ്ക്വയറിലൂടെ നമ്മൾ 3 പ്രാവശ്യം റൗണ്ട് ചുറ്റി, അതായത് മൊത്തം 12 മൂലകളിൽ നമ്മൾ പോയി. അതാണ് ഈ 12. ഇനി അവർ പറയുന്നുണ്ട് ആ കിട്ടിയ നമ്പറിനെ എന്നോട് കൂട്ടിയാൽ നിങ്ങൾക്ക് 34 കിട്ടുമെന്ന്. ആ എന്നോടെന്നുള്ളതിനെ നമ്മൾ ഒരു ആൽഫബറ്റ് കൊടുത്തത് ജെയോ എമ്മോ വാട്ട് എവർ ഇറ്റ് മേ ബി, ആ സംഖ്യ +12 34 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സംഖ്യ ആരാണ്? 34ൽ നിന്നും 12 മൈനസ് ചെയ്താൽ നമുക്ക് 22 കിട്ടും. അപ്പം ആ സംഖ്യ എന്ന് പറയുന്നത് 22 ആണ്. ക്ലിയർ ആയോ? അതിലെ നെക്സ്റ്റ് എന്താണ്? ഫോർ ഈച്ച് ഡേ ഓഫ് ദ വീക്ക് മേക്ക് ആൻ അക്കൗണ്ട് ഫ്രം മീ. ഇഫ് യു മേക്ക് നോ മിസ്റ്റേക്ക് യു വിൽ ഗെറ്റ് 23. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമ്പർ 2 അല്ലേ? നമ്പർ 2 എന്താണ്? ഫോർ ഈച്ച് ഡേ ഓഫ് ദ വീക്ക് വി നോ ദർ ആർ 7 days in a week അല്ലേ? ദർ ആർ 7 days in a week. മേക്ക് അക്കൗണ്ട് ഫ്രം മീ. എന്നിൽ നിന്നും മുകളിലേക്ക് പോകണം, താഴോട്ടല്ല, മുകളിലേക്ക് പോകണം. ഇഫ് യു മേക്ക് നോ മിസ്റ്റേക്ക്, നിങ്ങൾ ഒരു മിസ്റ്റേക്കും ഉണ്ടാക്കിയില്ലെങ്കിൽ യു വിൽ ഗെറ്റ് 23. ആകെ അവർ പറഞ്ഞേക്കുന്നത് എന്താണ്? അവർ പറഞ്ഞേക്കുന്നത് അവർ പറഞ്ഞേക്കുന്നത് നിങ്ങൾ ഒരു മിസ്റ്റേക്കും വരുത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 23 കിട്ടുന്നു. അതായത് ഏതോ ഒരു സംഖ്യയിൽ നിന്നും ഒരു മിസ്റ്റേക്കും വരുത്താതെ മുകളോട്ട് പോയാൽ പുറകോട്ട് പോയാൽ നിങ്ങൾക്ക് 23 കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, 23 യു വിൽ ഗെറ്റ് 23. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വരാം നമുക്ക്. അപ്പം 23 ഈസ് എ സാറ്റർഡേ. No, 23 ഈസ് എ സൺഡേ. ദെൻ സ്റ്റാർട്ട് ഫ്രം ബിഹൈൻഡ്. 23 സൺഡേ ആണ്, 22 സാറ്റർഡേ ആണ്, 21 ഫ്രൈഡേ ആണ്, 20 തേഴ്സ്ഡേ ആണ്, 19 വെനസ്ഡേ ആണ്, 18 ട്യൂസ്ഡേ ആണ്, ദെൻ
18 മൺഡേ ആണ്. ഒന്നുകൂടെ നോക്കാം നമുക്ക്. എഴുതണം, എന്നാലേ ശരിയാവുള്ളൂ നിങ്ങൾക്ക്. എൻ്റർ. ഓക്കെ. 23 ഈസ് സൺഡേ. വൈ 23 സൺഡേ. ദെൻ നെക്സ്റ്റ് സൺഡേ മീൻസ് ഫ്രോഡ് വരുമ്പോൾ സാറ്റർഡേ അല്ലേ? സാറ്റർഡേ എന്താണ്? സാറ്റർഡേ എന്താണ്? 22 ആവും അല്ലേ? 22 ആകും. ദെൻ ഫ്രൈഡേ. എത്രയായി? 21. അഗെയിൻ ഫ്രൈഡേ കഴിഞ്ഞാൽ തേഴ്സ്ഡേ. ഓ കയറിയില്ലേ? ഓക്കെ. സ്റ്റക്ക് ആവുന്നുണ്ടല്ലോ. ഓക്കെ. ഈസ് ഈക്വൽ ടു 20. എൻ്റർ. ദെൻ വെനസ്ഡേ അല്ലേ? വെനസ്ഡേ ഈസ് ഈക്വൽ ടു 19. ദെൻ എൻ്റർ അടിക്കുമ്പോൾ വി വാണ്ട് ടു ഗോ ടു നെക്സ്റ്റ് പേജ്. ഓക്കെ. എത്തി. ദെൻ തേഴ്സ്ഡേ കഴിഞ്ഞു. ട്യൂസ്ഡേ ഈസ് ഈക്വൽ ടു എന്താണ്? എത്രയായിരുന്നാടോ? 18 അല്ലേ? 18. ദെൻ മൺഡേ. മൺഡേ ഈസ് ഈക്വൽ ടു എന്താണ്? 17. Then for each day of the week you make one for me, you will make no mistake, you will get 23. നമ്മൾ ഇവിടെ എത്തി. അപ്പോൾ 23 എവിടെയായിരുന്നു അല്ലേ? മൺഡേ എത്തി, ട്യൂസ്ഡേ എത്തി, വെനസ്ഡേ എത്തി, തേഴ്സ്ഡേ എത്തി, ഫ്രൈഡേ. മൺഡേ 17 ആയിരുന്നു. 17, 18, 19, 20, 21, 22 അല്ലേ? എന്ത് പറ്റി? 7 കൊണ്ടാണ്. So what is the answer? 1 second please. Monday is 17. Okay, our answer is correct. അല്ലേ? For each day of the week make an account from me. If you make no mistake you will get 3. കണ്ടോ? മൺഡേ 17 ആയി. അപ്പോൾ സൺഡേ എന്തായി മാറി? 23 ആയി മാറി. അവർ നേരത്തെ നമ്മളോട് പറഞ്ഞു, നമ്മൾ പുറകോട്ട് വന്നപ്പോൾ മൺഡേ 17 ആയി, സൺഡേ 23 ആയി. ഓക്കെ, ഇറ്റ് ഇസ് റീഡ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? ഐ ആം എ സ്പെഷ്യൽ നമ്പർ. ടേക്ക് അവേ ഫ്രം മീ എ 6. എ ഹോൾ ക്രിക്കറ്റ് ടീം യു വിൽ സ്റ്റിൽ ബി ഏബിൾ ടു ഫിക്സ്. എന്താണോ? ഞാനൊരു സ്പെഷ്യൽ നമ്പറാണ്. ഓക്കെ. ടേക്ക് അവേ ഫ്രം മീ എ 6. എന്നിൽ നിന്നും 6 എടുത്തു മാറ്റാം. ഞാനൊരു സ്പെഷ്യൽ നമ്പറാണ്, എന്നിൽ നിന്നും 6 എടുത്തു മാറ്റാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്കൊരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ക്രിക്കറ്റ് ടീമിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? ക്രിക്കറ്റ് ടീമിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? നമുക്ക് നെക്സ്റ്റ് ആ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? 3. ഓക്കെ. നമുക്ക് ആ നമ്പർ അറിഞ്ഞൂടാ, നമ്മൾ അതിന് ടി എന്ന പേര് കൊടുത്തു. ഓക്കെ. വി ക്യാൻ
I am a special number, take away from me a 6. Take away means subtraction. Take away means എടുത്തുകൊണ്ട് പോവാന്ന് പറയുമ്പോൾ subtraction. Take away me, which number? Take away me 6. എന്നിൽ നിന്ന് 6 എടുത്തിട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ കൊണ്ട് നിങ്ങൾക്കൊരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കാം. ക്രിക്കറ്റ് ടീമിൽ നമ്പർ എത്രയാണ്? 11 ആണല്ലേ? ഉണ്ടോ? പിന്നെ മൂന്നാമതിൽ ഞാനൊരു നമ്പറാണ്, എന്നിൽ നിന്നും നിങ്ങൾ 6 എടുത്ത് മാറ്റിയാൽ നിങ്ങൾക്കൊരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ടി ആരാണ്? അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ ടി ആരാണ്? ടി ഈസ് ഈക്വൽ ടു ടി ഈസ് ഈക്വൽ ടു ഇവിടെ 11 ആണുള്ളത് അല്ലേ? 11. ഇവിടെ മൈനസ് അല്ലേ ഉള്ളത്? അതിപ്പോഴത്തേക്ക് ചാടുമ്പോൾ എന്തായി മാറും? പ്ലസ് ആയി മാറും. ഓക്കെ, ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡ് മൈനസ് സൈന് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് ആയി മാറും. ഓക്കെ, ലെഫ്റ്റ് സൈഡിലെ ഇൻറ്റു റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവിഷനായി മാറും. ചാട്ടം അങ്ങോട്ട് പ്ലസും മൈനസും തമ്മിലാണ് ചാട്ടം, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ തമ്മിലാണ് ചാട്ടം കേട്ടോ. ചേഞ്ച് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ചേഞ്ച് ഇൻറ്റു ഡിവിഷൻ, ഡിവിഷൻ ചേഞ്ച് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ. In the case of addition and subtraction, if left side is minus, then it will become addition when it comes to the right side. Clear? So 1 plus 6. Okay, that is equal to 17 അല്ലേ? ക്ലിയർ ആയോ? ഞാനൊരു നമ്പറാണ്, എന്നിൽ നിന്ന് 6 എടുത്ത് മാറ്റാൽ ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കാം. ക്രിക്കറ്റ് ടീം മുതൽ 11 പ്ലേയേഴ്സാണ് ഉള്ളത്. സോ ടി എന്ന് പറഞ്ഞാൽ 17 ആണ്. 17 മൈനസ് 6 ഈസ് ഈക്വൽ ടു 11. ഇപ്പം കിട്ടിയോ ആരാന്ന്? ആ വേരിയബിൾ ടിയുടെ വാല്യൂ 17. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ ഈസ് 4. ഫോർത്ത് വൺ. Tell me who I am. I shall give a pretty clue. You will get me back if you take me out of 22. പിന്നെ ഇതാ വന്നേക്കുന്നു. എന്താ? ടെൽ മീ ഹൂ ഐ ആം. ഞാൻ ആരാന്ന് നിങ്ങൾ പറയണം. ഐ ഷാൽ ഗീവ് എ പ്രെറ്റി ക്ലൂ. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ക്ലൂ തരാം. ഇപ്പം എല്ലാത്തിനും ക്ലൂ ആണല്ലോ നമുക്ക്. ഞാൻ നല്ലൊരു ക്ലൂ തരാം. എന്താണ് ക്ലൂ? യു വിൽ ഗെറ്റ് മീ ബാക്ക്. നിങ്ങൾക്ക് എന്നെ തിരിച്ചു കിട്ടും. ഇഫ് യു ടേക്ക് മീ ഔട്ട് ഓഫ് 22. 22വിൽ നിന്നും നിങ്ങളെ എടുത്താൽ നിങ്ങൾക്ക് എന്നെ തിരിച്ചു കിട്ടും. തിരിച്ചു കിട്ടണം മീൻസ് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നല്ലേ? അപ്പോൾ ഈ കൂട്ടത്തിൽ ആരാ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നത്? കണ്ടുപിടിക്കാം. ഓക്കെ, ഫോർത്ത് വൺ. ടെൽ മീ ഹു ഐ ആം. ഐ ഷാൽ ഗിവ് എ pretty clue. യു വിൽ ഗെറ്റ് മൈ ഇഫ് യു ടേക്ക് മീ ഔട്ട് ഓഫ് 22. ദാറ്റ് മീൻസ് 22. ദാറ്റ് മീൻസ് 22. എന്ത് പറ്റി? 22 എടുത്തു മാറ്റുന്നല്ലേ പറഞ്ഞേ? സോ സബ്ട്രാക്ഷൻ ഏത് നമ്പറാണ്? ബൈ നമ്മൾക്ക് നേരത്തെ കിട്ടിയ 11. ഓക്കെ, സോറി 22 മൈനസ് നമുക്കറിയില്ല ആ നമ്പർ. ആ നമ്പറിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. 22 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു നമ്മളുടെ മുമ്പേ ഉണ്ടായിരുന്നയാളല്ലേ? എന്താണ്? ഗെറ്റ് മീ ബാക്ക് എന്ന് പറയാൻ 11. ഓക്കെ, ദെൻ വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, സോ എക്സ് ഈസ് ഈക്വൽ ടു 11. എന്ത് പറ്റി? ഇവിടെ മൈനസ് എക്സ് ആണുള്ളത് അല്ലേ? സോ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് പറ്റും? പ്ലസ് ആയി മാറും അല്ലേ? ഒരു കൺഫ്യൂഷൻ ഒന്ന് നോക്കിയേ. 11 തന്നെ ആൻസർ. 11 മൈനസ് 11 ആണുള്ളത്. ഇവിടെ വരുമ്പം വേണ്ട,
വർക്ക് ചെയ്തില്ല, അവിടെ ക്ലിക്കായി പോന്നു. എന്താണ് എക്സ് ഈസ് പിന്നെ എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ -x ആണുള്ളതാണല്ലേ. സോ ഇവിടെ വരുമ്പോൾ എന്ത് പറ്റും? 22 നിന്നും നമ്മൾക്ക് ഇവിടെ +22 ആണ്, -x ആണ്. സോ ഇത് ചേഞ്ച് ചെയ്യുമ്പം അതിനെ നമുക്ക് 22 നിന്നും 11 സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ആൻസർ എന്താണ്? ഈസിക്കൽ ടു 11. 22 - 11 ഈസിക്കൽ ടു 11. ആൻസർ ശരിയല്ലേ? നോക്കിക്കേ. ഓക്കെ, അവർ ആൻസർ ഈസ് കറക്റ്റ്. ഇതൊരു പസിലാണ് കേട്ടോ, അത് അത്രയേ ഉള്ളൂ. ദെൻ സിമെട്രിയിലേത് എക്സസൈസ് ഉണ്ട്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അത് മിസ് പറയാം. പേജ് നമ്പർ 271 എടുത്തേ. ടേക്ക് പേജ് നമ്പർ 271. Okay. Then find the number of line of symmetry in each of the following shapes. How will you check your answers? Okay, there is a star, alle, 4-cornered star. Then you have to give a dot at exact center of it. Okay, ആ സ്റ്റാറിൻ്റെ എക്സാക്റ്റ് സെൻറ്ററിൽ ഒരു ഡോട്ട് കൊടുത്തേ using pencil. Please give a dot mark in the exact center of that star. Okay, then you can draw line joining. Then you can draw എന്താണ് ഡയഗണൽ, എന്താ ഡയമീറ്റർ അല്ലേ, ഒരു അതായത് കോർണർ യോജിപ്പിച്ച് വര വരച്ചേ. ദാറ്റ് മീൻസ് പ്ലസ് പോലെ ഫസ്റ്റ് ഒരു കോർണറിൽ നിന്നും മറ്റേ കോർണറിലേക്കും മുകളിലത്തെ കോർണറിൽ നിന്നും താഴത്തെ കോർണറിലേക്കും വര വരയ്ക്കാം. അങ്ങനെ ഇപ്പം 2 ആയില്ലേ. ഇനി ആ ജോയിൻ്റ് വരുന്ന സാധനമില്ലേ, ലൈനിൻ്റെ ജോയിൻ്റ് വരുന്ന ഭാഗമില്ലേ, ആ ഭാഗങ്ങൾ തമ്മിൽ വേറൊരു ജോയിൻ്റ് വരച്ചേ. അപ്പം യു വിൽ ഗോട്ട് 4 ലൈൻ ഓഫ് സിമെട്രി. ഓക്കെ, കോർണർ ടു കോർണർ ആൻഡ് ആ കുഴിവ് വരുന്ന ഭാഗമില്ല, സ്റ്റാറിൻ്റെ കോർണേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ ഇവർ തമ്മിൽ യോജിപ്പിച്ചാൽ യു വിൽ ഗെറ്റ് 4. നെക്സ്റ്റ് ആ ക്രിസ്മസ് ട്രീക്ക് ഓൺലി 1, അതിൻ്റെ സെൻറ്ററിൽ കൂടെ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. ക്രിസ്മസ് ട്രീക്ക് സെൻറ്ററിൽ കൂടെ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. സിക്ക് 2 രീതിയിൽ സിമെട്രി ആക്കാം. അതായത് പിന്നെ ക്യാൻ യു സീ ദിസ് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഈ രീതിയിൽ വരയ്ക്കാം. അതായത് ഒരു കോർണർ ടു കോർണർ വരയ്ക്കാം, പിന്നെ 2 ലൈനിൻ്റെയും കൂടെ നടുക്കൂടെ ഒരെണ്ണം വരയ്ക്കും. ഇവിടെ വരയ്ക്കാൻ വിഷമമാണ്. അത് ടൈം കൺസ്യൂം ചെയ്യുന്ന സമയം പോകുന്നു ഒരുപാട്. ഓക്കെ, ദെൻ ലൈക്ക് ദാറ്റ് ഡി യു ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു 2 ഈക്വൽ പാർട്സ്. ഓക്കെ, ദർ ആർ 2 ലൈൻ ഓഫ് സിമെട്രി. ക്രോസും പറ്റും, സെൻറ്ററിൽ നിന്നും പറ്റും. ബട്ട് ബൈ അവർ ഫ്ലൈ ഹാസ് ഓൺലി 1 ലൈൻ ഓഫ് സിമെട്രി. എക്സാക്ട്ലി സെൻറ്ററിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ എഫ് ആരോ മാർക്ക് ക്യാൻ ബി ഡിവൈഡഡ്. ദർ ഈസ് 2 ലൈൻ ഓഫ് സിമെട്രി. ഓക്കെ, പിന്നെ ഗ്രാഫ് ബുക്കിൻ്റെ അതുപോലെ തന്നെയുണ്ട്. പിന്നെ നെക്സ്റ്റിൻ്റെ വരുന്നതാണ് മിറർ വെച്ച് നോക്കുക. നിങ്ങൾ മിറർ വെച്ച് നോക്കിയിട്ട് പറയണം. ഇൻ ഈച്ച് ഫിഗർ എലോങ് സൈഡ് എ ലെറ്റർ ഓഫ് ദ ആൽഫബറ്റ് ഈസ് ഷോൺ എലോങ് വിത്ത് എ വെർട്ടിക്കൽ ലൈൻ. ടേക്ക് ദ മിറർ ഇമേജ് ഓഫ് ദ ലെറ്റർ ഇൻ ദ ഗിവൺ ലൈൻ. ഫൈൻഡ് വിച്ച് ലെറ്റേഴ്സ് ടുക്ക് ദ സെയിം ആഫ്റ്റർ റിഫ്ലക്ഷൻ. ഓക്കെ, മിറർ വെച്ച് നോക്കുക. റിഫ്ലക്ഷനിൽ ഓയും
EMNPHLTSVW. ഇവയൊക്കെ ആൻസേഴ്സ് ഏതൊക്കെയാണ് സെയിം ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, യു ക്യാൻ യൂസ് മിറർ ഫോർ ദാറ്റ്. Okay, then how many participants are there? 14. Then who are absent today? ആരൊക്കെയാണ്? ഏഞ്ചൽ ഉണ്ട്, അതുലുണ്ട്, നീ ഇല്ലല്ലോ, ആവണി ഉണ്ട്, എഡ്വിൻ ഉണ്ട്, ഹന്ന ഉണ്ട്, ജോസി, ലക്ഷ്മി പ്രിയ, സന, റിഹാൻ, മുഹമ്മദ് കെ ഉണ്ടോ? കയറിയായിരുന്നല്ലോ, ഉണ്ട്. റിഹാനുണ്ട്. റുവൈസ് എവിടെ? റുവൈസും ഉണ്ട്. പിന്നെ ആരുടെ ഇല്ലാത്ത? ഷഹാന ഷെർനോ, ഹസന ഷെർനോ, ആ കുട്ടിയുടെ പേരെന്താ? സനുണ്ട്. ഓക്കെ, ആരാ ഇല്ലാത്തത്? ആവണി സന്തോഷമുണ്ട്, ഒരു പ്രാവശ്യം കയറിയിട്ട് പോയതാണ്. ഷഹാന എന്ത് പറ്റി? ഫ്രം ആവണി സന്തോഷ് ടു എവരി വൺ. എന്ത് ഷഹാനയ്ക്ക് എന്ത് പറ്റി? സായി കൃഷ്ണ ടു എവരി വൺ പ്രസന്റ്. ഇവിടെ സായി കൃഷ്ണയ്ക്ക് ഓൾറെഡി ഉണ്ട്. ഏഞ്ചലുണ്ട്, അതിലുണ്ട്, ആവണിയുണ്ട്, എഡ്വിൻ ഉണ്ട്, ഗ്രേസ് ഉണ്ട്, ഹന്നയുണ്ട്, ജോസി, ലക്ഷ്മി പ്രിയ, മുഹമ്മദ് റുവൈസ്, മുഹമ്മദ് കെ, റിഹാൻ, സായി കൃഷ്ണ, സന. ഇല്ലാത്ത നമ്മുടെ ഷഹാന ഷെറിനും ഷിസ ഫാത്തിമയും അല്ലേ? ഫാത്തിമ, സന ഉണ്ട്. 17 ആവൂലേ? ഓക്കെ, ഗുഡ്. ദെൻ രംഗോളി പാറ്റേൺ. നൗ വി ഹാവ് ഓൺലി 5 minutes ലെഫ്റ്റ്. രംഗോളി പാറ്റേൺസ് നിങ്ങളുണ്ട്, നോർത്ത് ഇന്ത്യയിൽ പോയാൽ അറിയാം, അവർ രംഗോളി പിന്നെ അരിപ്പൊടി കൊണ്ട് ഇങ്ങനെ കോലം വരയ്ക്കുന്ന കാണാം. ഓക്കെ, ഇനി നിങ്ങളത് യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കുക. രംഗോളി നല്ല മനോഹരമായിട്ട് അവർ ഈ പാറ്റേൺ ഉപയോഗിച്ചിട്ട് അവർ രംഗോളി വരയ്ക്കും. കണ്ടോ? എ ഫിഗർ മേ ഹാവ് ലോ സിമെട്രി ഓൺലി വൺ ലൈൻ ഓഫ് സിമെട്രി. 2 lines ഓഫ് സിമെട്രി, അതൊന്നും വേണ്ട. അടുത്തത് നമ്പർ ഓഫ് ലൈൻ ഓഫ് സിമെട്രി. നോ ലൈൻ ഓഫ് സിമെട്രി, എ സ്കലൈൻ ട്രയാങ്കിൾ. ഓൺലി 1 line ഓഫ് സിമെട്രി, ഐസോസിലസ് ട്രയാങ്കിൾ. 2 lines ഓഫ് സിമെട്രി, റെക്റ്റാങ്കിൾ. 3 lines ഓഫ് സിമെട്രി, ഇക്വിലാറ്റർ ട്രയാങ്കിൾ. ഓക്കെ, അതിൻ്റെ ഏതെന്തായാലും നിങ്ങളത് പഠിച്ചിരിക്കണം. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ഗീവ് ഇമ്പോർട്ടൻസ് മാർക്ക്. രംഗോളി ഷെയർ ചെയ്യാൻ പറ്റൂലേ ഇപ്പം? ഓക്കെ, വെയിറ്റ്. ഓക്കെ, അങ്ങനെ കാണത്തില്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. 1 line ഓഫ് സിമെട്രി, 1 ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഓൺലി 1 line ഓഫ് സിമെട്രി ആൻഡ് ഐസോസിലസ് എന്നാണ്. ഒന്ന് സ്കെലൈൻ ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ ആൻഡ് ഈക്വിലാറ്റർ ട്രയാങ്കിൾ. അതിനകത്ത് അത്രേ കാര്യമായിട്ടുള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ, ഇനി you have to read the book, and if you have any doubt please ask to me. Okay, then our time is going to over. Next chapter, next one is ratio. So you have to read that chapter thoroughly, okay, before coming to the next class. That means okay, whatever it may be, next class you have to, before coming to that class you have to read that chapter thoroughly. Okay, നിങ്ങൾ അങ്ങനെ അത് വായിച്ചിട്ട് വരുവാണെങ്കിൽ വേഗം മനസ്സിലാവും. ഒന്നാമത് ഓൺലൈനാണ്, ഒരുപാട് പരിമിതികളുണ്ട്. സോ നമുക്കതിനെ ഓവർകം ചെയ്യണമെങ്കിൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നതിനെ നിങ്ങൾ നന്നായിട്ട് see you in the next class. Okay, good. Next.